മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ ആഴമായ ദൂത് നമ്മുടെ ഹൃദയത്തിന് വിടുതലും ചൈതന്യവും വരത്തക്ക നിലയിൽ സ്വർഗം ആഴമായി സ്പർശിക്കുന്ന ദൈവോന്മുഖമായ പദ്ധതികൾ ജീവിതത്തിൻ്റെ കൂടാരത്തിൻ്റെ അകത്തളങ്ങളിൽ ശക്തിയോടെ വെളിപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 2 അധ്യായം ആരംഭവാക്യം. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കവർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. നമുക്ക് വളരെ പരിചയമുള്ള തിരുവെഴുത്തിൻ്റെ ഭാഗം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ചില കുടുംബങ്ങളോട് ഇടപെടുന്ന ദൂത്. ഇന്ന് എന്താ വീട്ടിൽ ഉണ്ടെന്ന് ശ്രുതിയായിരിക്കുന്നത്? ഇന്നത്തെ ജീവിതത്തിലെ കഷ്ടതയാണോ? ഇപ്രകാരം നിന്ദിക്കുന്ന ആ ഒരു വിഷയത്തിൻ്റെ തലമാണോ മറ്റുള്ളവരുടെ കാതുകളിൽ, അവരുടെ കണ്ണുകളിൽ? അങ്ങനെ ഒരു വാർത്തയാണോ ഈ ദിവസങ്ങളിൽ, ഈ കാലങ്ങളിൽ വീടിനകത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത്? ഇന്ന് പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളോട് ആഴം ശക്തമായി ഇടപെടുന്ന ദൂത്. വീട്ടിൽ യേശു ഉണ്ടെന്ന് ശ്രുതിയായി കഴിഞ്ഞാൽ, വീട്ടിൽ യേശു ഉണ്ടെന്ന് ശ്രുതിയാകത്തക്ക നിലയിൽ സാഹചര്യങ്ങളെ തിരിക്കാൻ പോവുക. അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസം വരുത്താൻ പോവുക. ഇന്ന് കണ്ണുനീരൊഴുക്കുന്ന, ഇന്ന് വേദനിക്കുന്ന ദൈവത്തിൻ്റെ വൈതലേ, യേശു ജീവിതത്തിലുള്ളത്, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കരുണയോ സ്നേഹമോ വിഷയത്തെ തൊട്ട് വിഷയത്തിന് വിടുതൽ കൽപ്പിച്ച് പ്രാർത്ഥനയുടെ മറുപടി കരത്തിൽ തന്ന് യേശു പ്രവർത്തിച്ചു എന്ന ശ്രുതിയാക്കി ആ വിഷയത്തെ ദൈവം തീർക്കാൻ പോവുക. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിൻ്റെ മർമ്മം പല കുടുംബങ്ങളോട് വളരെ വ്യക്തമായി ഇടപെടുക, ശക്തമായി ഇടപെടുക. എൻ്റെ വിഷയത്തിൽ ഇന്ന് ആ നിന്നയാ ഒരു ശ്രുതിയായിരിക്കുന്നത്. അപ്രകാരം ഒരു അപമാനത്തിൻ്റെ കീർത്തിയാ ഭവനത്തിൽ നിന്ന് പുറത്തു വന്നത് എന്ന ദൈവത്തിൻ്റെ വൈതലേ, യേശു വീട്ടിലുണ്ടെന്നും യേശു എൻ്റെ വിഷയത്തെ തൊട്ടുവെന്നും പരിഹരിച്ചുവെന്നും ആ ശ്രുതിയാകത്തക്ക നിലയിൽ സാഹചര്യങ്ങൾ തിരിയാൻ പോവാ. അവസ്ഥകൾക്ക് കർത്താവ് ഇതുപോലൊരു അത്ഭുതം ദൈവം വെളിപ്പെടുത്താൻ പോവാ. യേശു ഉള്ളതുകൊണ്ടാ ആ പക്ഷവാതക്കാരനെ ചുമക്കുവാൻ ഇടയായത്. ദൈവത്തിൻ്റെ വൈതലേ, 2 അധ്യായം ആ അത്ഭുത സൗഖ്യത്തിൻ്റെ അധ്യായമാണല്ലോ. പരിശുദ്ധാത്മാവ് ദൂതുവതിനകത്തുനിന്ന് വെളിപ്പെടുത്തുക. ഈ ഭാരം ചുമക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ചുമക്കുന്ന ഈ വിഷയം അത് മഹത്വമാക്കുന്ന നിലയിൽ, വിസ്മയമാക്കുന്ന നിലയിൽ, യേശുവിൻ്റെ കരം വെളിപ്പെടുത്തിയെന്ന നിലയിൽ അതിൻ്റെ ശ്രുതി പരക്കാൻ പോവാ. ഇന്ന് ചുമക്കുന്ന വിഷയം ഇനി അധികം ചുമക്കേണ്ടി വരത്തില്ല. ഇന്ന് ഭാരപ്പെടുന്ന വിഷയം ഇനി ഭാരപ്പെടേണ്ട വരത്തില്ല. അതിനകത്തൊരു ശ്രുതി, കർത്താവിൻ്റെ പ്രവൃത്തി, യേശുവിൻ്റെ ശക്തി, യേശുവിൻ്റെ മഹത്വം അതിനകത്ത് വെളിപ്പെടുത്തിയെന്ന് മറ്റുള്ളവർ അറിയാൻ പോവാ. അങ്ങനെ അപ്രകാരം ശ്രുതിയാക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രകടനങ്ങൾ ദൈവത്തിൻ്റെ വൈതലേ കൂടാരത്തിൻ്റെ അകത്തളങ്ങളിൽ ശക്തിയോടെ വെളിപ്പെട്ട് വരാൻ പോവാ. ഇന്നത്തെ നിന്നയോ, ഇന്നത്തെ ഈ പരിഹാസമോ, ഇന്നത്തെ ഈ അവസ്ഥ ഇതാ കർത്താവിൻ്റെ കരത്തിൽ നിന്ന് ഒരു സ്തുതിയാക്കി മാറ്റാൻ പോകുന്നു. എപ്രകാരമാ അത് വിസ്മയമായി, മഹത്വമായി ദൈവം അത്ഭുതം ചെയ്തു. എൻ്റെ കർത്താവ് പ്രവർത്തിച്ചു. യേശു എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് തെളിയിക്കാൻ പോവാ. യേശുവിനെ ഞാൻ വിളിച്ചതുകൊണ്ട്, യേശുവിനെ ഞാൻ ആരാധിക്കുന്നത് കൊണ്ട്, യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ കർത്താവുണ്ടെന്ന് മറ്റുള്ളവർ അറിയത്തക്ക നിലയിലുള്ള മഹത്വത്തിൻ്റെ ശ്രുതി ഇതാ പരക്കാൻ പോകുന്നു. കൂടാരത്തിൽ അപ്രകാരം ഒരു വിടുതൽ ദൈവം വേഗത്തിൽ കൽപ്പിക്കും. ഇന്ന് ചുമക്കുന്ന അപാരം ദൈവത്തിൻ്റെ വൈതലേ, ഇന്ന് ചുമക്കുന്ന ആ വിഷയം ഇനി ചുമക്കുക ദൈവം അനുവദിക്കത്തില്ല. ആ വിഷയത്തിന്മേൽ അത്ഭുതമുണ്ട്, ആ വിഷയത്തിന്മേൽ ദൈവപ്രവർത്തിയുണ്ട്, ആ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരമുണ്ട്. അത് ഈ ദിവസങ്ങളിൽ കാണാൻ പോകുന്നു. ഈ ദിവസങ്ങളിൽ അപ്രകാരം മഹത്വത്തിൻ്റെ ശ്രുതിത പരക്കാൻ പോകുന്നു. കർത്താവ്
സഹായിക്കും. ദൈവം അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവരുടെ അവസ്ഥയെ, സാഹചര്യങ്ങളുടെ മേൽ കർത്താവേ, അങ്ങയുടെ വചനം യേശു ഉണ്ടെന്ന്, യേശുവിൻ്റെ വിഷയത്തിലുണ്ടെന്ന്, യേശുവിൻ്റെ ജീവിതത്തിലുണ്ടെന്ന് തെളിയിക്കുന്ന നിലവാരത്തിൽ ഈ ചുമക്കുന്ന ഈ വിഷയം, ഈ ഭാരമായ ഈ വിഷയം ദൈവം തൊടാൻ പോകുന്നതിനായി, ദൈവം പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ കർത്താവ് തൊടണം. ഇപ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കണം, ദൈവിക വിടുതൽ അനുഭവിക്കണം, ദൈവശക്തി അനുഭവിക്കണം. എല്ലാ തടസ്സത്തിനും ദൈവം വചനത്താൽ മാറ്റുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ ദൈവമേ. ഈ വചനം ജീവനായി തീരട്ടെ, വിടുതലായി തീരട്ടെ. ഈ ദൂത് പല കുടുംബങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ. യേശു ഉണ്ടെന്ന്, യേശു എൻ്റെ ജീവിതത്തിലുണ്ടെന്ന്, യേശു എൻ്റെ കുടുംബത്തിലുണ്ടെന്ന്, യേശു എൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിലുണ്ടെന്ന്, യേശു എൻ്റെ വിഷയത്തിലുണ്ടെന്ന് ആഴമായി പ്രത്യാശ, വിശ്വാസം വർദ്ധിക്കുവാനിടയാകട്ടെ. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവ് തൊടുന്നതിനായി സ്തോത്രം, വിടുവിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.